നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പെനഗൊണ്ട ഫോർട്ടിലേക്കാണ്. പെനഗൊണ്ട കേട്ടിട്ടില്ലാത്തവർ ഉണ്ടോ? ഇത് വിജയനഗര സാമ്രാജ്യത്തിന്റെ രണ്ടാം തലസ്ഥാനം. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകം. ഈ യാത്രയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇവിടെ കാണുന്ന ഈ റോഡ്, 20ഓളം ഹെയർപിൻ വളവുകൾ, ഡ്രൈവിംഗ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഈ യാത്ര ഒരു അനുഭവമായിരിക്കും. അതിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ മനോഹരമാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. ഒരു കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിന്റെ രണ്ടാം തലസ്ഥാനമായിരുന്നു പെനഗൊണ്ട. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗരം ഹംപിയിൽ നിന്ന് പെനഗൊണ്ടയിലേക്ക് തലസ്ഥാനം മാറ്റിയപ്പോൾ ഈ കോട്ട വലിയൊരു ഭരണ സൈനിക കേന്ദ്രമായി മാറി. മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. വേണ്ടത്ര സംരക്ഷണം കൊടുക്കാത്തതിനാൽ തകർന്ന നിലയിലാണ്. പെനഗൊണ്ട കോട്ടയിൽ ഒരു കാലത്ത് 365ഓളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്ന് ഇവയിൽ ഒട്ടുമിക്കവയും തകർന്ന നിലയിലാണ്. കൂറ്റൻ കല്ലുകളും കെട്ടിടാവശിഷ്ടങ്ങളും മാത്രമാണുള്ളത്. ഇവിടെ കാണാനായി ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴാണ് യാദൃച്ഛികമായി കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ. അദ്ദേഹം ഞങ്ങളെ അതിനടുത്തുള്ള മറ്റൊരു മലയിലേക്ക് കൊണ്ടുപോയി. കുറെ പാറക്കെട്ടുകൾ നിറഞ്ഞ മലമുകളിൽ ഒരു കാളിക്ഷേത്രം, ചെറുതെങ്കിലും സമാധാനമുള്ളൊരിടം. ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് കയറാം. ഇപ്പോഴും ഇവിടുത്തെ ഗ്രാമവാസികൾ പൂജകളും മറ്റു ചടങ്ങുകളും ഇവിടെ നടത്താറുണ്ട്. ക്ഷേത്രത്തിലെ ഈ ചെറിയ വാതിലിലൂടെ അകത്തേക്ക് കയറിയാൽ രൗദ്രഭാവത്താൽ കാളി വിഗ്രഹം, ചെറുതായെങ്കിലും ഒരു നേരിയ ഭയം ഉള്ളിൽ തോന്നി. അവിടെ നിന്നും അദ്ദേഹം ഞങ്ങളെ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്നും താഴോട്ടുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. പെനഗൊണ്ട നഗരവും കൃഷിസ്ഥലവും ഒക്കെ ഒറ്റ ഫ്രെയിമിൽ കാണാം. അദ്ദേഹം മറ്റൊരു മലയിലേക്ക് ചൂണ്ടിക്കാട്ടി. അവിടെയാണത്രേ നമ്മൾ അന്വേഷിച്ചിറങ്ങിയ പെനഗൊണ്ട ഫോർട്ട്. ഇത്രയും ദൂരം വന്നിട്ട് ഫോർട്ട് കാണാതെ പോകുന്നത് എങ്ങനെയാണ്? ഇവിടുന്ന് ഡയറക്റ്റ് പോകാൻ കഴിയില്ല. അപ്പോൾ മലയിറങ്ങി അടുത്ത മലയിലേക്ക്. ആ യാത്ര ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. വഴിപോലും കൃത്യമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. നിറയെ പാറക്കെട്ടുകളും കാട്ടുചെടികളും. പക്ഷേ ഞങ്ങൾ അതിനെ മറികടന്ന് നടക്കുകയാണ്. വഴികാട്ടിയായ അദ്ദേഹവും പിന്നിൽ ഞങ്ങളും. വഴിയറിയാനായി കൊത്തിയിട്ടിരുന്ന ഹനുമാൻ പ്രതിമയും കല്ലുകളിൽ രേഖപ്പെടുത്തിയ അടയാളങ്ങളും നോക്കി ഞങ്ങൾ മുന്നേറുകയാണ്. പക്ഷേ ആ യാത്ര മുഴുവിപ്പിക്കാൻ ഞങ്ങൾക്കായില്ല. അത്രയ്ക്കും കാട്ടുചെടികൾ കൊണ്ട് ആ വഴികൾ മൂടിയിരിക്കുന്നു. ഇപ്പോൾ കാണുന്ന മലയുടെ മുകളിലാണ് ഫോർട്ട്. പോകുന്നത് കൂടുതൽ റിസ്ക് ആകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ യാത്ര അവിടെ അവസാനിപ്പിച്ച് തിരിച്ചു നടന്നു. ഇപ്പോൾ കാണുന്നത് ആ ഫോർട്ടിന്റെ താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. എന്തേ നമ്മുടെ ഗവൺമെന്റ് ഈ ചരിത്ര സ്ഥലത്തിന് വേണ്ടത്ര പരിപാലനവും സംരക്ഷണവും കൊടുക്കാത്തത്? നമ്മുടെ വരും തലമുറയ്ക്കും ഇവിടുത്തെ സംസ്കാരവും ചരിത്രവും അറിയേണ്ടതല്ലേ? കാലത്തിന്റെ കരങ്ങളാൽ തകർന്നുവെങ്കിലും പെനഗൊണ്ട കോട്ട ഇന്നും മഹത്വത്തിന്റെ കഥകൾ നമ്മോട് ചൊല്ലുന്നു. ഓരോ ചുവരിലും ഓരോ കല്ലിലും വിജയനഗര സാമ്രാജ്യത്തിന്റെ ചരിത്രവും അതിന്റെ മഹത്തായ സംസ്കാരവും തെളിഞ്ഞു നിൽക്കുന്നു. ഇന്നിത് ശൂന്യമായ അവശിഷ്ടങ്ങളായാലും അവിടെ നിലകൊള്ളുന്നത് ഒരു ദൈനംദിന ഓർമ്മപ്പെടുത്തലാണ്. മഹത്വം നശിച്ചാലും ചരിത്രം ഒരിക്കലും ഇല്ലാതാവില്ല. പെനഗൊണ്ട കോട്ട ഭാവിയെ തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഭൂതകാലത്തിന്റെ വിലപ്പെട്ടൊരു പാഠമാണ്.